Hallo Arshad, guten Morgen. Arshad, am I audible? Guten Morgen. Yeah. Yeah. Okay. So let's start with today's session. ക്ലാസ്സിൽ നമ്മൾ മെയിനായിട്ട് നോക്കിയിരുന്നത് റിലാറ്റീവ്സ് ആർട്സ് ആയിരുന്നു. റിലാറ്റീവ്സ് ആർട്സ് നമ്മൾ പറഞ്ഞു സെക്കൻഡ് സെന്റൻസിലെ കണക്ടർ ഫസ്റ്റ് സെന്റൻസിലെ നൗണിനെ റെഫർ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കണക്ടറിനെ എന്ത് ചെയ്യണം, ആർട്ടിക്കിൾ വെച്ചിട്ട് റിപ്ലേസ് ചെയ്യണം എന്നുള്ളത് പറഞ്ഞു. ഈ വരുന്ന ആർട്ടിക്കിൾസിനെ നമ്മൾ റിലാറ്റീവ് പ്രോണോമൻ എന്ന് പറയും. റിലാറ്റീവ് പ്രോണോമൻ നമ്മൾ പറഞ്ഞു ജസ്റ്റ് ലൈക്ക് നമ്മുടെ ബെസ്റ്റിംറ്റ് ആർട്ടിക്കിൾ പോലെ തന്നെയാണ് വരുന്നത്. എനിക്ക് അതിൽ കുറച്ച് ഡൗട്ട് ഉണ്ട്. പ്ലീസ് ആസ്ക്. അത് ഈ ജെൻഡർ കണ്ടുപിടിക്കുന്നത് എങ്ങനെ? ജെൻഡർ അല്ല, നമ്മള് കേസ് കണ്ടുപിടിക്കുന്നുണ്ടല്ലോ, അത് ശരിക്കും അങ്ങനെ ക്ലിയർ ആയില്ല. ഓക്കെ, 1 second. Just wait a second. ഓക്കെ, കേസ് കണ്ടെത്തുന്നതല്ലേ? ജസ്റ്റ് വെയിറ്റ്, ലെറ്റ്സ് സീ. ഓക്കെ, ഇതിൽ ഫസ്റ്റ് എക്സാമ്പിൾ നോക്കുക. ഇതില് ആ മാൻ്റെ അല്ലേ, ഷീ ലവ് ദ മാൻ whom we meet yesterday, അതില് ഈ മാൻ എങ്ങനെ ഇവിടെ വന്നപ്പോ പോസിറ്റീവ് ആയി? ഓക്കെ, ഇവിടെ ഹൂം എന്നുള്ളത് മാത്രം നോക്കുക. ഓക്കെ, ഷി ലവ്സ് ദ മാൻ ഹൂം വി മെറ്റ് യെസ്റ്റർഡേ എന്നുള്ളതല്ലേ. സോ ഇവിടെ ഹൂമിന്റെ കേസ് എന്താന്നുള്ളത് നോക്കാം. ഈ സെന്റൻസിൽ നോമിനാറ്റീവ് ആരാണ്? മാൻ അല്ല, ഷീ. സെക്കൻഡ് സെന്റൻസ് ഹൂം വി മെറ്റ് യെസ്റ്റർഡേ, ഇതിലെ നോമിനാറ്റീവ് ആരാണ്? ഷീ അല്ലേ? I mean second sentence, she loves the man എന്നുള്ളതിൽ ഷീ ആണ് നോമിനാറ്റീവ്. ഓക്കെ, ബട്ട് സെക്കൻഡ് സെന്റൻസിൽ whom we met yesterday, ഇതിൽ ആരാണ് ഡൂവർ? ആരാണ് മീറ്റ് ചെയ്യുന്നത്? മാൻ. ആരാണ് മീറ്റ് ചെയ്യുന്നത്? who is going to meet? മാൻ. whom we met yesterday, we is the nominative. ഓക്കെ, ഞങ്ങൾ എന്നുള്ളതാണ് ആ സെന്റൻസിലെ നോമിനാറ്റീവ്. ഇനി അവിടെ വേറെ വരുന്ന ഒബ്ജക്റ്റ് ഏതാണ്? വി അല്ലാതെ. മാൻ. Remove the first sentence. Okay, just avoid that. Look into that second one only. Okay, whom we met yesterday. ഈ സെന്റൻസിൽ വി എന്നുള്ളതാണ് നോമിനാറ്റീവ് എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇനി അവിടെ വരുന്ന ഒബ്ജക്റ്റ് ഏതാണ്? ഹൂം. ഇനി ഹൂമിന്റെ കേസ് ഏതായിരിക്കും? ടു മീറ്റ് എന്നുള്ളത് ത്രഫൻ എന്നുള്ളത് അക്യുസാറ്റീവ് ആണോ ഡാറ്റീവ് ആണോ? ഡാറ്റീവ് ആണോ ത്രഫൻ എന്നുള്ളത്? റീചെക്ക് ഡാറ്റീവ് വേർബ്സിന്റെ ചാർട്ട് നോക്കൂ. റെഫൻ എന്നുള്ളത് ഡാറ്റീവ് ആണോ അതോ അക്യുസാറ്റീവോ? അക്യുസേറ്റീവിന്റെ ചാർട്ട് ഞാൻ അങ്ങനെ നോക്കിയില്ല. ഓക്കെ, അക്യുസാറ്റീവിന്റെ ചാർട്ട് നോക്കണം എന്നില്ല, ഡാറ്റീവ് വേർബ്സ് പഠിച്ചു വെച്ചാൽ മതി. ഡാറ്റീവും നോമിനാറ്റീവ് വേർബ്സും അറിയുമെങ്കിൽ ബാക്കിയുള്ള എല്ലാ വേർബ്സും അക്യുസാറ്റീവ് ആണ്. ഓക്കെ, ഇവിടെ ത്രഫൻ എന്നുള്ളത് വാസ്വേം റൂൾ അപ്ലൈ ചെയ്യാൻ പറ്റുമല്ലോ. വാസ്വേം റൂൾ നമ്മൾ എപ്പോഴും അപ്ലൈ ചെയ്യാം. രണ്ട് ഒബ്ജക്ട്സ് വേണം വിത്തൗട്ട് പ്രപ്പോസിഷൻ. ഇവിടെ രണ്ട് ഒബ്ജക്ട്സ് ഉണ്ടോ? ഹൂം എന്നുള്ളത് മാത്രമല്ല ഈ സെന്റൻസിലെ ഒബ്ജക്ട്. സോ വി കനോട്ട് അപ്ലൈ വാസ്വേം റൂൾ. ഓക്കെ, സോ ഇവിടെ നമ്മൾ നോക്കേണ്ടത് റെഫൻ എന്നുള്ളത് ഓഫ് കോഴ്സ് എന്തല്ല, ഡാറ്റീവ് വേർബ് അല്ല. അപ്പൊ ഹൂം എന്നുള്ളത് എന്തായിട്ട് മാറും? അക്യുസാറ്റീവ് ഒബ്ജക്റ്റ് ആയി മാറും. ദാറ്റ്സ് വൈ വി ആർ യൂസിങ് ദേ. ഓക്കെ, ക്ലിയർ ആയോ? Arshad, am I audible?
ഹലോ. അപ്പോ ആ സെന്റൻസ് ക്ലിയർ ആയോ? യെസ്. വി എന്നുള്ളത് അവിടുത്തെ നോമിനാറ്റീവ് അല്ലേ? One second, just wait. സെന്റൻസിലെ നോമിനാറ്റീവ് വി എന്നുള്ളതാണ്. ആൻഡ് റെഫർ എന്നുള്ളത് ഡാറ്റീവ് അല്ലാത്തത് കൊണ്ട് നമ്മൾ ഹൂം എന്നുള്ളത് എന്തായിട്ട് മാറും? അക്യൂസാറ്റീവ് ഒബ്ജക്റ്റ് ആയിട്ട് മാറും. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഓക്കെ. നെറ്റിന്റെ ചെറിയ ഇഷ്യൂ ഉണ്ട്. ചെറുതായിട്ട് കട്ടായിട്ടാ കേൾക്കണേ. ഇവിടെ ഉള്ളതാണോ തോന്നുന്നു. അത് അർഷദിനാണെന്ന് എനിക്ക് തോന്നുന്നു. ബിക്കോസ് അർഷദ് ഇപ്പൊ ലീവ് ആയി പോയില്ലേ? അതെ. സോ ഓക്കെ, ഈ ടോപ്പിക് വേറെ വല്ല ഡൗട്ട്സ് ഉണ്ടോ റിലേറ്റീവ് ആർട്സിന്? ഞാൻ ഒന്നുകൂടി നോക്കിയിട്ട് പറയാം. ഓക്കെ, ഫൈൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഇന്നത്തെ സെഷനിലേക്ക് പോവാം. ഇന്നത്തെ സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പ്രിറ്റേരിറ്റും ഫ്യോ റീഗൽ മേസിക വേർബൻ. ഓക്കെ, നമ്മുടെ റെഗുലർ വേർബ്സിന്റെ പ്രിറ്റേരിറ്റും ഫോം. നമ്മൾ ഓൾറെഡി പ്രിറ്റേരിറ്റും പഠിച്ചിരുന്നു. എന്തായിരുന്നു പ്രിറ്റേരിറ്റും? പ്രസന്റിൽ നടക്കുന്ന സെന്റൻസ്. പ്രിറ്റേരിറ്റും പ്രസന്റിലാണോ നമ്മൾ സോറി, പാസ്റ്റില്. യൂസ് ചെയ്യുന്നത്? Am I audible? പാസ്റ്റ്. പാസ്റ്റിലാണ് നമ്മൾ പ്രിറ്റേരിറ്റീവ് യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഇസ് നമ്മൾ 2 ടൈപ്പ് ഓഫ് ഫെർഗാങ്കൻ ഹൈറ്റ്സ് ഫോം പഠിച്ചിട്ടുണ്ട്. ദാറ്റ് ഇസ് പ്രിറ്റേരിറ്റും ഓൺ പാർട്ടിസിപ്പ് പെർഫെക്റ്റ് അല്ലെങ്കിൽ പാർട്ടിസിപ്പ് സ്വയം. പ്രിറ്റേരിറ്റും നമ്മൾ A1-ൽ ബട്ട് 2 വേർബ്സിന്റെ പ്രിറ്റേരിറ്റും മാത്രം പഠിച്ചിട്ടുള്ളൂ. ഏതൊക്കെ വേർബിന്റെ പ്രിറ്റേരിറ്റും ആണ് നമ്മൾ പഠിച്ചത്? ഞാൻ പഠിച്ചിട്ടില്ല പ്രിറ്റേരിറ്റും. ഞാൻ പാർട്ടിസിപ്പ് സ്വയം മാത്രമേ പഠിച്ചിട്ടുള്ളൂ. ഓക്കെ, ഞാൻ നോട്ട്സ് അയച്ചു തന്നില്ലായിരുന്നു അതിന്റെ? ഇല്ല തോന്നുന്നുണ്ട്. ഓക്കെ, ഞാൻ ഇയാളോട് അതൊന്ന് ഓർമ്മിപ്പിക്കാൻ പറഞ്ഞായിരുന്നു. ഓക്കെ, എനിവേ A1-ൽ നമ്മൾ ബേസിക്കലി 2 വേർബ്സിന്റെ പ്രിറ്റേരിറ്റ് മാത്രമാണ് പഠിക്കുന്നത്, ഹാബന്റെയും സൈന്റെയും. ഹാബന്റെ പ്രിറ്റേരിറ്റും ഫോം ആണ് ഹാർട്ടൻ. സൈനിന്റെ പ്രിറ്റേരിറ്റും ഫോം ആണ് വാരൻ എന്നുള്ളത്. ദാറ്റ് ഇസ് ഹാഡ് ആൻഡ് വാസ് എന്ന് പറയാനാണ് നമ്മൾ ഹാർട്ടനും വാരനും യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇന്നത്തെ സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റെഗുലർ വേർബ്സിന്റെ, ദാറ്റ് ഇസ് റീഗൽ മേസിക വേർബിന്റെ പ്രിറ്റേരിറ്റും ഫോം ആണ്. ഓക്കെ, പ്രിറ്റേരിറ്റും ബേസിക്കലി നമ്മൾ പാർട്ടിസിപ്പ് പെർഫെക്റ്റ് യൂസ് ചെയ്യുന്ന പോലെ എല്ലായിടത്തും നമുക്ക് പോയി യൂസ് ചെയ്യാൻ പറ്റില്ല. നമ്മളത് കൂടുതൽ ശതമാനം യൂസ് ചെയ്യുന്നത് നരേറ്റീവ്സ് അല്ലെങ്കിൽ റിപ്പോർട്ട്സ് അല്ലെങ്കിൽ ഒരു ഫെയറി ടെയിൽസ്, ഇങ്ങനെ ഒരു കണ്ടിന്യൂസ് സാധനം, ഇങ്ങനെ ഒരു ഫ്ലോയിൽ ഇങ്ങനെ പോകുന്ന കാര്യങ്ങൾ എഴുതുമ്പോഴാണ് നമ്മൾ കൂടുതൽ ടൈമിൽ എന്ത് യൂസ് ചെയ്യുന്നത്? പ്രിറ്റേരിറ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ പ്രിറ്റേരിറ്റും നമ്മുടെ പാർട്ടിസിപ്പ് പെർഫെക്റ്റ് പോലെ തന്നെ ജർമ്മനിലെ എല്ലാ വേർബ്സിനും അതിൻ്റെതായ പ്രിറ്റേരിറ്റും ഫോം ഉണ്ട്. ഓക്കെ, എല്ലാ വേർബ്സിനും പ്രിറ്റേരിറ്റുമില് ഫോം ഉണ്ടായിരിക്കും. റെഗുലർ വേർബിന്റെ പ്രത്യേകത എന്താണ്? റെഗുലർ വേർബിന്റെ പ്രത്യേകത എന്താണ്? സെയിം പാറ്റേൺ ഓഫ് കോൺജുഗേഷൻ ആയിരിക്കും എന്ത് ഫോളോ ചെയ്യുക? നമ്മുടെ റെഗുലർ വേർബ്സ് ഫോളോ ചെയ്യാം. ഓക്കെ, അതുകൊണ്ടാണ് റെഗുലർ വേർബ്സിന് നമ്മൾ ഒരു സെയിം പാറ്റേൺ, ഒരു പാറ്റേൺ പഠിച്ചു വെച്ചാൽ ആ ഒരു രീതിയിൽ തന്നെ ആയിരിക്കും നമ്മൾ എല്ലാ റെഗുലർ വേർബ്സിന്റെയും കോൺജുഗേഷൻ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന്റെ ഒരു പാറ്റേൺ മനസ്സിലായ ഏത് റെഗുലർ വേർബ് കിട്ടിയാലും നമുക്കത് അതിന്റെ പ്രിറ്റേരിറ്റും ഫോം എഴുതാൻ പറ്റും. ഇനി എങ്ങനെയാണ് റെഗുലർ വേർബിന്റെ പ്രിറ്റേരിറ്റും വരുന്നത് എന്നുള്ളത് നോക്കാം. ജസ്റ്റ് വെയിറ്റ്. ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് സ്പീലൻ എന്നുള്ള വേർബിന്റെ പ്രിറ്റേരിറ്റുമാണ്. ഓക്കെ, സ്പീലന്റെ മീനിങ് എന്തായിരുന്നു? പ്ലേ. ടു പ്ലേ എന്നുള്ളതാണ്. സ്പീലൻ എന്ന വേർബിന്റെ പ്രിറ്റേരിറ്റും ഫോം സ്പീൽട്ട്. ഓക്കെ, ഇനി നമ്മൾ എങ്ങനെയാണ് സ്പീൽട്ട് എന്നുള്ളത് പ്രിറ്റേരിറ്റുമിൽ കോൺജുഗേറ്റ് ചെയ്യാന്നുള്ളത് നോക്കാം. ഇഷിന്റെ കൂടെ ഇറ്റ് വിൽ ബി സ്പീൽട്ട്, ദൂടെ കൂടെ സ്പീൽ ടെസ്റ്റ്, ടെസ്റ്റ് വരും. എറസിയസിന്റെ കൂടെ സ്പീൽട്ട്, വിയറിന്റെ കൂടെ സ്പീൽട്ടൻ, ഇയറിന്റെ കൂടെ സ്പീൽട്ടൻ, സിയുടെ കൂടെ സ്പീൽട്ടൻ.
Okay, once again, ich spielte, du spieltest, sie spielte, wir spielten, ihr spieltet, sie oder sie spielte. Okay, that is spielen എന്നുള്ളതിന്റെ പ്രിറ്റേറ്റീവ് ഫോം എന്താണ്? സ്പീൽട്ട എന്നുള്ളതാണ്. അതിന് നമ്മൾ എൻഡിങ് ആഡ് ചെയ്ത് കൊടുക്കും. ഇവിടെ ഇഷിന്റെയും എൽസിയസിന്റെ കൂടെയും ഇറ്റ് ഇസ് സെയിം സ്പീൽട്ട എന്ന് തന്നെയാണ്. ഇതോടെ കൂടെ നമ്മൾ എസ് ടി ആഡ് ചെയ്ത് കൊടുത്തു. വിയറിന്റെ കൂടെ എൻ വന്നു, ഇയറിന്റെ കൂടെ ടി വന്നു, ആൻഡ് സിയോടെ സിയുടെ കൂടെയും എൻ വന്നു. ഓക്കെ, ഈ ഒരു രീതിയിലാണ് നമ്മൾ നമ്മുടെ റെഗുലർ വേർബ്സിന്റെ പ്രിറ്റേറ്റീവ് ഫോം വരുന്നത്. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഐ പ്ലേഡ് ഫുട്ബോൾ എന്ന് പറയുമ്പോൾ ഇഷിന്റെ കൂടെ എങ്ങനെയാണ് സ്പീലൻ വരുന്നത്? പ്രിറ്റേറ്റീവില് യാ ഇഷ് സ്പീൽട്ട ഫൂട്ബോൾ എന്ന് വരും. ഇനി ദേ പ്ലേഡ് ഫുട്ബോൾ ലാസ്റ്റ് മന്ത് എന്ന് ആണ്. ദേയുടെ കൂടെ എങ്ങനെയാ വരിക? ദേ പ്ലേഡ് ഫുട്ബോൾ ലാസ്റ്റ് മന്ത്. സ്പീൽട്ടൻ. Sie spielten Fußball letzte Monate എന്നും പറയാം, അല്ലെങ്കിൽ letzte Monate spielten sie Fußball എന്നും പറയാം. ഓക്കെ, ഈ ഒരു രീതിയിലാണ് വരുന്നത്. നമുക്ക് കുറച്ച് വേറെ റെഗുലർ വേർബ്സ് എടുത്തിട്ട് കോൺജുഗേറ്റ് ചെയ്ത് നോക്കാം. വൺ സെക്കൻഡ്, ചാറ്റ് ബോക്സ് ചെക്ക് ചെയ്യാം. ഓക്കെ, ഞാൻ 2 വേർബ്സ് അയച്ചിട്ടുണ്ട്. വോണൻ എന്നുള്ളതിന് വോൺട്ട, ലേനൻ എന്നുള്ളതിന് ലേൻട്ട. ഇതിന്റെ പ്രിറ്റേറ്റീവ് ഫോം ഒന്ന് എഴുതി നോക്കിയ പെട്ടെന്ന്. എഴുതി. വോണൻ എന്നുള്ളതിന് എങ്ങനെ വരും? വോണ്ടെ, വോണ്ടെസ്റ്റ്, വോണ്ടെ, ഇഷിന്റെ അങ്ങനെ പറയൂ. ഇഷിന്റെ കൂടെ വോണ്ടെ, ഡൂന്റെ കൂടെ വോണ്ടെസ്റ്റ്, എൽസിഎസിന്റെ കൂടെ വോണ്ടെ, വിയറിന്റെ കൂടെ വോണ്ടൻ, ഇയറിന്റെ കൂടെ വോണ്ടഡ്, സീന്റെ കൂടെ വോണ്ടൻ. ലേനൻ, ഇഷിന്റെ കൂടെ ലെൻറ്റെ, ഡൂന്റെ കൂടെ ലെൻറ്റെസ്റ്റ്, എൽസിഎസിന്റെ കൂടെ ലെൻറ്റെ, വിയറിന്റെ കൂടെ ലെൻറ്റൻ, ഇയറിന്റെ കൂടെ ലാൻഡഡ്, സീന്റെ കൂടെ വോണ്ടൻ. സോ ക്ലിയർ ആയാലോ എങ്ങനെയാണ് പ്രിറ്റേറ്റീവ് ഫോർ റീഗൽ മേസിക വേബൻ വരുന്നത് എന്നുള്ളത്? ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിലൊരു എക്സെപ്ഷൻ ആണ്. നമുക്കറിയാം റീഗൽ മേസിക വേബൻ റെഗുലർ വേർബ്സ് നോർമലി കോൺജുഗേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ എക്സെപ്ഷൻ പഠിച്ചിരുന്നു. ദാറ്റ് ഈസ് വേർബ് എൻഡിങ് ആയ ഇ എന്നെ റിമൂവ് ചെയ്യുമ്പം ഡിയോ ടിയോ വന്നാൽ അവിടെ ഒരു എക്സ്ട്രാ ഇ വരും എന്നുള്ളത് ഓൾറെഡി നമ്മൾ പഠിച്ച കാര്യമാണ്. അത് നമ്മുടെ പ്രിറ്റേറ്റീവിലും ബാധകമാണ്. ദാറ്റ് ഈസ് നമ്മുടെ വേർബ് എൻഡിങ് ആയ ഇ എന്നെ റിമൂവ് ചെയ്യുമ്പോൾ അവിടെ വരുന്ന എൻഡിങ് ഡി, ടി, 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 എം, എൻ. ഓക്കെ, ഈ കാര്യങ്ങളാണെങ്കിൽ ഏതൊക്കെയാണ്? ഡി,
ടി 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 എം എൻ. ഈ എൻഡിങ് ആണ് നമ്മുടെ ഇ എൻ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്നതെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ച കോൺജുഗേഷന്റെ തൊട്ട് മുന്നേ ആയിട്ട് നമ്മൾ എന്ത് ആഡ് ചെയ്യണം? ഒരു എക്സ്ട്രാ ഇ കൂടെ കൊടുക്കണം. ഓക്കെ, ദാറ്റ് ഈസ് ദ ബേസിക് റൂൾ. ഫോർ എക്സാമ്പിൾ, ബൈറ്റൻ എന്നുള്ള വേർബിൽ നമ്മുടെ അതിന്റെ ഇ എൻ റിമൂവ് ചെയ്താൽ ഏത് ലെറ്റർ ആണ് വരുന്നത്? ടി. ടി ആണ് വരുന്നത്. അതുകൊണ്ട് എക്സെപ്ഷൻ ഉണ്ട്. ദാറ്റ്സ് വൈ നമ്മൾ ഒരു ഇ എക്സ്ട്രാ ആഡ് ചെയ്തിട്ട് വേണം അതിനെ പ്രത്യേകിട്ടും ഫോം എഴുതാൻ. സോ ഇറ്റ് വിൽ ബി ബൈറ്ററ്റ് എന്ന് വരും. ഓക്കെ, ഇനിയാണ് നമ്മൾ ഈ കൊടുത്തു കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുക? അതിനി ബാക്കി എൻഡിങ് കൊടുക്കുക. ദാറ്റ് ഈസ് ഇഷിന്റെ കൂടെ വരുമ്പോൾ ഇഷ് ബൈറ്ററ്റ്, ദൂടെ കൂടെ ദു ബൈറ്ററ്റെസ്റ്റ്, എർസിയസിന്റെ കൂടെ ബൈറ്ററ്റ്, wir arbeiteten, ihr arbeitetet, sie oder sie arbeiteten. Okay, once again, ich arbeitete, du arbeitetest, er, sie, es arbeitete, wir arbeiteten, ihr arbeitetet, sie oder sie arbeiteten. Okay, once again, exception എവിടെയാണ് വരുന്നത്? verb ending ആയ en റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഡി ടി 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 എം എൻ ഈ എൻഡിങ് ആണ് വരുന്നതെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണം? ഒരു എക്സ്ട്രാ ഇ നമ്മുടെ വേർബ് സ്റ്റെമ്മിന്റെയും ടിയുടെയും ഇടയിലായിട്ട് കൊടുക്കണം. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, സോ ഇത്ര കാര്യങ്ങളാണ്. ഇത് നമുക്ക് ഓവർ ഡിസ്കസ് ചെയ്യാനൊന്നുമില്ല, ജസ്റ്റ് മനസ്സിലാക്കി നമുക്ക് എക്സസൈസ് ചെയ്ത് പോകാനേ ഈ ടോപ്പിക്കിൽ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി എക്സസൈസ് നോക്കാം. ഇവിടെ ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. 1 സെക്കൻഡ്. ഇവിടെ എന്താന്ന് വെച്ചാൽ പ്രെറ്റീരിറ്റും വേർബ് ഓൾറെഡി ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട്. കറക്റ്റ് ഫോം ഓഫ് പ്രെറ്റീരിറ്റും വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ആ ബ്ലാങ്ക്സ് ഫിൽ ചെയ്യണം. ഓക്കെ, അതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺജുഗേറ്റ് റിവേഴ്സോയും യൂസ് ചെയ്യാം. ഞാൻ ലിങ്ക് അയച്ചിട്ടുണ്ട് ഓൾറെഡി ഗ്രൂപ്പിൽ. സോ അതനുസരിച്ച് ചെയ്യാം. സ്വയം ചെയ്യാൻ ശ്രമിക്കുക. സ്റ്റിൽ ബുദ്ധിമുട്ടാണെങ്കിൽ മാത്രം കോൺജുഗേറ്റ് റിവേഴ്സോ യൂസ് ചെയ്യാം. ഓക്കെ.
Completed, Arshad? No. Arshad, completed? മൂന്നെണ്ണം കൂടെ ഉണ്ട്. Okay.